ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന കത്തിരിക്ക കൊണ്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണ്. ഇതുവരെ ഇതാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, യൂട്യൂബിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും സൂപ്പർ ഐറ്റമാണ്. കാണാൻ കുറച്ച് ഗ്ലാമർ കുറവാണെങ്കിലും സംഭവം പൊളിയാണ്. അപ്പം കത്തിരിക്കയൊക്കെ വെച്ച് നമ്മൾ പല ഐറ്റങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഐറ്റം സൂപ്പറാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ എന്ന് തന്നെ പറയാം. സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ നമ്മൾ കത്തിരിക്ക മുഴുവനായിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. പക്ഷേ നമ്മൾ മിക്ക സമയത്തും വാങ്ങുന്നതിൻ്റെ അകത്ത് പുഴു ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടോ, ഇതിൻ്റെ അകത്ത് പുഴു ഉണ്ടായിരിക്കും. പുഴുവില്ലാതെ നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർത്തുന്ന ചെറിയ ഐറ്റമൊക്കെ ആണെങ്കിൽ അതിൽ പുഴുവിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. അങ്ങനെ മുഴുവനായിട്ട് കിട്ടുകയാണ്. പുഴുവൊന്നും ഇല്ലയെന്ന് ഉറപ്പുന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. മുഴുവനായിട്ട് ചെയ്താൽ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മളിത് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് തൊലിയോടുകൂടി മുഴുവനായിട്ടിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ എണ്ണ കുടിക്കുന്നത് കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിത് വേവിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തൊലി കളയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കും, ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ തൊലിയോടുകൂടി എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, ഫ്രൈ എല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതുപോലെ നമ്മൾ സാമ്പാറും അവിയലൊക്കെ ഈ കത്തിരിക്ക ചേർക്കുന്ന സമയത്ത് നമ്മൾ തൊലിയൊന്നും കളഞ്ഞിട്ടല്ലല്ലോ ഈ കത്തിരിക്ക ചേർക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇത് ഒരുപാട് ചെറുതായിട്ടല്ല, എന്നാലും ഒരു 4-5 ആയിട്ടൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എരിവിനാവശ്യമായ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് വറ്റൽമുളക് എടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഒരു 6-7 വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ മുളക് സെപ്പറേറ്റായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ മുളക് നല്ലതുപോലെ ഒന്ന്, നമ്മൾ ഉപ്പ് പുളിയൊക്കെ നമ്മളിങ്ങനെ എടുക്കുമല്ലോ, നവടി എടുക്കുമല്ലോ, അതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മുളക് നല്ലതുപോലെ അത് പൊടിഞ്ഞ് വരത്തില്ല. അപ്പോൾ ഒരുപാട് പൊടിഞ്ഞ് വരണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എനിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എരിവ് കുറച്ച് മതി. ഞാൻ ഒരുപാട് എരിവ് കഴിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 5 മുളക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിൽ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം, വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമ്മൾ കോരി മാറ്റിയിട്ട് മുളക് സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചാൽ മുളക് നമ്മൾ പൊടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് വരും. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തൊലി ഭാഗമാണ് ആദ്യം നമുക്ക് ഇളക്കി മാറ്റേണ്ടത്. അതുകൊണ്ട് നമുക്കിതൊന്ന് നൂത്ത് വെച്ച് കൊടുക്കാം. ഇത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് കളറൊന്നുമില്ലാതെ, ഇതെന്താണ് സിമ്പിളെന്നൊക്കെ ചോദിക്കും. പക്ഷേ കാണാൻ ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും സൂപ്പറാണ് സംഭവം. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഐറ്റം മാത്രം മതി. നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ കത്തിരിക്കയുടെ പുറഭാഗവും അകംഭാഗവും എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മളത് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചല്ല, അത് പൊടിച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ആ എണ്ണയിലിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എണ്ണ കുടിക്കത്തൊന്നുമില്ല. നിങ്ങൾക്കിത് കോരി മാറ്റുമ്പം കാണാൻ പറ്റും. ഇതിൽ ബാക്കി വരുന്ന ഓയിൽ നമ്മൾ ചെറുതായിട്ട് കീറിയിട്ട് നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുന്നത് പോലെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ കുടിക്കുന്നതാണ്. ഇനി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദാ ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. ഇപ്പം നമുക്ക് തൊലിയെല്ലാം ഇളക്കി മാറ്റാവുന്നതാണ്. ആ ഒരു രീതിക്ക് വെന്തിട്ടുണ്ട്. കണ്ടോ, ചില ഭാഗങ്ങൾ വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി 1-2 മിനിറ്റ് കൂടി നന്നായിട്ട് വേകാത്ത ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. കത്തിരിക്ക പൊതുവേ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കറിയും ഇഷ്ടപ്പെടുന്നതാണ്. ഇനി കത്തിരിക്ക ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് കറി വെച്ചാലും ഇഷ്ടമില്ലാതെ തന്നെ ആയിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ എല്ലാ ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്.
നമ്മൾ ഒഴിച്ച ഓയിലൊന്നും ഈ കത്തിരിക്ക കുടിച്ചിട്ടൊന്നുമില്ല, കണ്ടോ. നമുക്ക് ഈ ഒരു പരുവം മതിയാവും. ഈ ഒരെണ്ണം വേഗാതെ കിടക്കുന്നുണ്ട്, അതുകൂടി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇതിൻ്റെ പുറത്തെ ആ തോലെടുത്ത് മാറ്റുന്നത്. തോല് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി കിടക്കും, അതുകൊണ്ടാണ് നമ്മളുടെ തോലി അങ്ങ് മാറ്റിക്കളയുന്നത്. ചൂടോടുകൂടി തന്നെ നമ്മൾ ഇളക്കി മാറ്റണം. നമുക്ക് ഇതേപോലെ ഒരു സ്പൂണിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി സിമ്പിളായിട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഇതേ കണ്ടോ, ഇതേപോലെ എടുത്തതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമുക്കിതിൻ്റെ തൊലി പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇനി ബാക്കിയിരിക്കുന്ന കത്തിരിക്കയുടെ എല്ലാ തൊലിയും നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഇളക്കി മാറ്റാവുന്നതാണ്. നമ്മളിതിൻ്റെ തൊലിയെല്ലാം ഇതേപോലെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനൊരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു സവാള വേണമെങ്കിൽ എടുക്കാം. സവാളയിലേക്ക് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ അരമുറി സവാള എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഒരുപാട് എരിവ് കഴിക്കാറില്ല, അതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ സലാഡൊക്കെ തയ്യാറാക്കുന്ന പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടിത് ഉടച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ആ കത്തിരിക്കയൊക്കെ വറുത്ത നമ്മൾ വേവിച്ചെടുത്ത ആ ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഓയിൽ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്കയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ ചോറും കൂടി ഇടാം. വേറെ ഒരു കറിയും വേണ്ട, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കഴിച്ചുകൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.